നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത് മുതിർന്നവരിൽ മാത്രമല്ല, കുട്ടികളിലും ഉണ്ടാകാം. ഈവൻ ജനിച്ചു വീണ കുട്ടികളിൽ പോലും സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുതിർന്നവരെ പോലെ തന്നെ അതിനേക്കാളും കൂടുതലുപരി, കാരണം മുതിർന്നവരിലാണെങ്കിൽ ഒരു പ്രായമായി കഴിയുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാവുക. പക്ഷേ കുട്ടികളിലാണെങ്കിൽ ജനിച്ച് വീണ ഉടനെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ആ രോഗലക്ഷണങ്ങളും അതിൻ്റെതായ ഡിസബിലിറ്റികളും ഇതെല്ലാം വളരെയധികം വർഷങ്ങൾ നീണ്ടു നിൽക്കും. അതാണൊരു പ്രശ്നം. അതെങ്ങനെയാണ് നമുക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ സാധാരണ ഉണ്ടാകുന്നത് പെരുമാറ്റ വ്യത്യാസം, തലവേദന, ചെറിയ ക്ഷീണം അല്ലെങ്കിൽ അപസ്മാരം തുടങ്ങിയ സംഭവങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അഡൽട്ടിലാണെങ്കിലോ, പ്രായമുള്ള ആൾക്കാരിലാണെങ്കിലോ യൂഷ്വലി ബലക്കുറവ്, സംസാരത്തിലെ വ്യത്യാസം അല്ലെങ്കിൽ കാഴ്ചയുടെ വ്യത്യാസം തുടങ്ങിയ സംഭവങ്ങളായിട്ടാണ്. അപ്പം കുട്ടികളിലും കാണാറുണ്ട്. കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ മുതിർന്നവരിലാണെങ്കിൽ ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ കുട്ടികളിലൊന്നും ഇല്ലല്ലോ. കുട്ടികളിലുണ്ടാകുന്ന സാധാരണഗതിയിൽ ഈ സിക്കിൾ സെൽ അനീമിയ, രക്തം കട്ടപിടിക്കുന്ന അസുഖങ്ങൾ, പിന്നെ ഉള്ളത് ഈ ട്രോമ, അണുബാധ തുടങ്ങിയ സംഭവങ്ങളാണ്. ഇതെങ്ങനെയാണ് ചികിത്സിക്കുന്നത്? നമ്മൾ കറക്റ്റ് സമയത്ത് കുട്ടികളെ ഈ സ്ട്രോക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രോംബോലിസിസ് അഥവാ രക്തക്കെട്ട് അലിയിച്ച് കളയുന്ന ചികിത്സ, അല്ലെങ്കിൽ ത്രോംബെക്ടമി, രക്തക്കെട്ട് എടുത്തു കളയുന്ന ചികിത്സ തുടങ്ങിയവയൊക്കെ ചില കുട്ടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ തന്നെ ലോങ് ടേം ആയിട്ട് കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ, സ്പീച്ച് തെറാപ്പി, ഫാമിലി സപ്പോർട്ട് എല്ലാം വേണം. ഈ കാര്യം നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പാരൻസും സൊസൈറ്റിയും അറിഞ്ഞിരിക്കണം. താങ്ക് യു.